വിശുദ്ധ വേദപുസ്തകത്തെ അഥവാ ബൈബിളിലെ ആകെ തുകയെ ഒറ്റ വാക്യത്തിൽ നിർവചിക്കുവാനായിട്ട് സാധിക്കുമോ? തിരുവചനത്തിൽ നമുക്ക് സമ്മാനിക്കുന്നത് നമുക്ക് പ്രദാനം ചെയ്യുന്ന നിത്യജീവനാണെന്ന് നമുക്കറിയാം. തിരുവചനത്തിലെ ഓരോ വാക്യങ്ങളും ദൈവശാസ്ത്രീയവുമാണ്. എന്നാൽ തിരുവചനത്തിൻ്റെ ആകെ തുക അഥവാ അതിൻ്റെ ആദിയോടന്തം മനസ്സിലാക്കിയ ഒരു വ്യക്തിക്ക് അത്യുന്നതനായ ദൈവം എന്താണോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തിരിച്ചറിയുന്ന ഒരു വ്യക്തിക്ക് ഉറപ്പായിട്ടും ലളിതമായിട്ട് അഥവാ ഒറ്റ വാക്യത്തിൽ അതിനെ ഇപ്രകാരം പറയുവാനായിട്ട് കഴിയും. എന്താണോ ബൈബിളിൽ ദൈവം ചെയ്യുന്നത് എന്ന് വിലയിരുത്തിക്കൊണ്ട് താൻ ഇങ്ങനെ പറയുമായിരിക്കും: ദൈവം തൻ്റെ കുടുംബത്തെ ഒരുക്കുകയാണ്. ദൈവം തൻ്റെ പുത്രനായ ക്രിസ്തുവിലൂടെ തനിക്ക് നഷ്ടപ്പെട്ട തൻ്റെ മക്കളെ വീണ്ടെടുത്തുകൊണ്ട് മരിച്ചു പോകുന്ന മനുഷ്യ മക്കളെ മരണമില്ലാത്ത ദൈവത്തിൻ്റെ മക്കളാക്കി തീർത്തുകൊണ്ട് ദൈവ കുടുംബത്തിൽ ഭാഗമാക്കുകയാണ്. അതുകൊണ്ടാണ് തിരുവചനത്തിൽ ഇങ്ങനൊരു വചനം എഴുതിയിരിക്കുന്നത്: കാൺമിൻ, നാം ദൈവത്തിൻ്റെ മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ ദൈവം നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടേണ്ടവരാണ്. ദൈവത്തിൻ്റെ പദ്ധതിയിൽ ദൈവം തൻ്റെ കുടുംബത്തെ ഒരുക്കുന്നു. ക്രിസ്തുവിലൂടെ അത് ഒരുക്കപ്പെടുന്നു. നാം ക്രിസ്തുവിലൂടെ ദൈവമക്കളായിട്ട് അന്ന് വെളിപ്പെട്ട് വരേണ്ടവരാകുന്നു. ദൈവവചനം ഇങ്ങനെ അവസാനിക്കുന്നു: ജയിക്കുന്നവൻ ദൈവത്തിൻ്റെ മകൻ. ജയിക്കുന്നവൻ ഇത് അവകാശമാക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. ജയിച്ച് ദൈവപുത്രന്മാരായി, ദൈവത്തിൻ്റെ മക്കളായി ദൈവഭവനത്തിലേക്ക്, ദൈവകുടുംബത്തിലേക്ക് ചേരുവാൻ ദൈവം നമ്മയും ഇടയാക്കട്ടെ. നമുക്കും അതിനായിട്ട് ദൈവവചനത്തിന് മുമ്പേ നമ്മെ തന്നെ സമർപ്പിച്ച് ക്രിസ്തുവിനെ അനുഗമിച്ചുകൊണ്ടുള്ള ജീവിതം യാഥാർത്ഥ്യമാക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.